ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാള അധ്യാപികയാണ്. ജിജോ ചിറ്റടി സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണ്, മഹാത്മാഗാന്ധിജി തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും. ഒരു ചെറിയ കായിക അധ്യാപകനായിരുന്നു സാർ. ആര് പാലം കുലുങ്ങിയാലും കേരളം കുലുങ്ങില്ല എന്ന മട്ടിലാണ് സാധാരണ അധ്യാപകരെല്ലാം ട്രെയിനിങ് ക്ലാസ്സുകളിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം. അങ്ങനെയുള്ള നമ്മളെ ഇവിടെ മുഴുവനായിട്ട് ഓടിച്ച് മനോഹരമായി ഡാൻസ് കളിപ്പിച്ച് പാട്ട് പാടിച്ച് നമ്മളെ എല്ലാം വളരെ രസകരമായ പാതയിലൂടെ എങ്ങനെ നല്ല കുട്ടികളെ എങ്ങനെ നല്ലവരാക്കാം, നാം എങ്ങനെ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു നമ്മളിൽ നിന്നാണ് മാറ്റം ഉണ്ടാവേണ്ടതെന്നാണ് സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഏറ്റവും വലിയൊരു പാഠം. എല്ലാ മാറ്റങ്ങളും അവനവനിൽ നിന്ന് തന്നെ തുടങ്ങണം, എങ്കിൽ മാത്രമേ അത് താഴെ തട്ടുകളിലേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ. കുട്ടികളെ എങ്ങനെ മാറ്റിയെടുക്കാം, കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം, സ്വന്തം കുടുംബം നല്ലതല്ലെങ്കിൽ ഒരു അധ്യാപകൻ സമൂഹത്തിലിറങ്ങി നല്ലതായി ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വന്തം ചുറ്റുപാടുകളെയാണ് ഏറ്റവും നന്നാക്കേണ്ടതെന്ന് സാറ് പല കളികളിലൂടെയും വീഡിയോകളിലൂടെയും എല്ലാം നമുക്ക് കാണിച്ചു തന്നു. നമുക്ക് മാർഗദർശികളാകും ഒരുപാട് വലിയ ആൾക്കാരുടെ വീഡിയോ ക്ലിപ്പുകളും സന്ദേശങ്ങളും സിനിമ ഭാഗങ്ങളും ഒക്കെ നമുക്ക് കാണിച്ചു തന്നു. വളരെ സാറ് എത്ര 25 വർഷങ്ങളായി ക്ലാസ് എടുക്കാൻ സാറ് വളരെ ചുള്ളനാണെന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നത് പറഞ്ഞത്. പക്ഷേ വളരെ മനോഹരമായി ഇത്ര എനർജറ്റിക്കായി സാറിന് സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താൻ, ഞങ്ങളുടെ ഇടയിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു. എൻ്റെ ഒപ്പം വന്നവർക്കറിയാം, ഇങ്ങോട്ട് വന്നപ്പോൾ ഒരുപാട് പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾ കഥ പറഞ്ഞാണ് ഇവിടെ വരെ വന്നത്. പക്ഷേ ഈ കുറച്ച് സമയത്തിന് അതെല്ലാം മറന്നുപോയി. സാറിനെ അതിലേറെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. സാറ് അച്ഛൻ്റെയും അമ്മയുടെയും ഒരു വേള എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോസ് സ്ക്രീൻഷോട്ട് ഉണ്ട്. സ്വന്തം അമ്മയെ മകളെ പോലെ 8 വർഷം എടുത്ത് കയ്യിലെടുത്ത് തോളയിലിട്ടും ഉറക്കി തല മസാജ് ചെയ്ത് കൊടുത്തിട്ട് 8 വർഷം ഉറക്കാൻ സാധിച്ചതാണ്. അമ്മയെ അങ്ങനെ എടുത്തുകൊണ്ട് നടക്കാനൊക്കെ സാധിച്ചതാണ്. ഒരു ടീച്ചർ എന്നതിനേക്കാളോ മറ്റെന്ത് നേടിയതിനേക്കാളോ ലോകത്തിലേക്കും ഞാൻ നേടിയ ഏറ്റവും വലിയ അറിവും ഏറ്റവും വലിയ പുസ്തകവും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അത് സാറിൽ നിന്ന് ഒരിക്കൽ കൂടി കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എനിക്ക് നിങ്ങളോട് ആ ഒരു വാക്ക് റിപ്പീറ്റ് ചെയ്യാൻ തോന്നുന്നു. മാതാപിതാക്കളെക്കാൾ വലിയൊരു പാഠപുസ്തകം ജീവിതത്തിൽ ഇല്ലാന്ന് തോന്നുന്നു. ഇതെല്ലാം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്ന, സാറിന് സമയം പോയതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. സാറിൻ്റെ ഈ ക്ലാസ്സിൻ്റെ ഭംഗിയും പ്രസന്നതയും ചുറുചുറുക്കുമൊക്കെ കൈവിട്ടു പോകാതെ ഇന്ന് എക്കാലത്തും ഇങ്ങനെ തന്നെ ചുറുചുറുക്കോടെ ഈ ഫീൽഡ് ശോഭിച്ച് ഒരുപാട് പേർക്ക് നന്മ ചെയ്യുവാൻ സാറിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും പേരിലുള്ള സ്നേഹം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.